അപ്പോൾ നമ്മളെന്തുണ്ടല്ലോ മീൻ പിടിക്കാൻ വന്നേക്കാണേ. അപ്പോൾ ഞാനും ഉണ്ട്, സതീഷും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ലാർക്കിൻ്റെ ഒരു ഫ്ലോയിൽ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വന്നൊരു 3-4 ഏറെ അറിഞ്ഞുള്ളൂ. അപ്പോഴത്തേ മീൻ കയറിയുണ്ടേ. ഇത് കണ്ടോ, ഒരു ചെറിയൊരു സൈസ് വരാലാട്ടോ. ഇതേ തീറ്റയിട്ട് തണോ. നല്ല ഹുക്കാണ്, നല്ലപോലെ ഹുക്ക് തിരിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കാസ്റ്റിംഗ് തുടങ്ങാം. അടുത്ത കിട്ടുമോ നോക്കാം കേട്ടോ. നമ്മളിത് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് മടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ. ഇതേ സ്ലിംഗ് ഷോട്ട് കൊണ്ട് അടിച്ചാൽ കേട്ടോ. ഒരു നാടൻ അടിച്ചിട്ടുണ്ടേ. ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. ഒരു നാടൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നാടൻ വരാനാണ്. അവൻ്റെ തലക്കടയൊക്കെയാണ് കയറിയേക്കണേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ദേ ഇത് കണ്ടോ, കിടിലൻ നാടൻ വരാനാട്ടോ. അടിവശമൊക്കെ നല്ല പുള്ളി ഷെയ്ഡൊക്കെ ഉണ്ട്. അത്യാവശ്യം സൈസും ഉണ്ട് മീന് കണ്ടോ. അവൻ്റെ അടി ഉണ്ടാക്കണത് കണ്ണിക്കട കേട്ടോ. അത് കാണണ്ട. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണത് ബേസ് മോഡൽ കവണ കേട്ടോ. ബേസ് മോഡൽ റീല് ഡാർട്ടും അത് തന്നെ ബേസ് മോഡലാണ്. സതീഷ് വന്നിട്ടേ കാസ്റ്റ് ചെയ്ത് മടുത്ത് വെയിലുകൊണ്ട് കുരഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് അടുത്ത കിട്ടുമോ നോക്കാവേ. വേറെ സ്പോട്ടിട്ട് പോവുക. ഈ മീനടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രാവോൻ്റെ കൊക്കയാണേ. ഫ്രോഗ് ഇരിക്കണുണ്ടോ. നല്ലപോലെ ഹുക്ക് കയറിയുണ്ട്. മീൻ നല്ലപോലെ തീറ്റ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വരാലാണ്. കൂടി വന്നൊരു 400 ഗ്രാം 450 ഗ്രാം ആയിട്ട് ഉണ്ടാവുള്ളൂ. നല്ല മീനാട്ടോ. നമുക്ക് എടുത്തിട്ടേക്കാം. നമുക്കണ്ട് കാസ്റ്റിങ് തുടങ്ങാം കേട്ടോ. ബ്രാവോൻ്റെ കോക്കോയിൽ കിടിലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൈസ് ഉണ്ടേ. ഫ്രോഗ് ഇരിക്കണുണ്ടോ. ബ്രാവോയുടെ കോക്ക കേട്ടോ. നല്ലപോലെ ഹുക്ക് കയറിയുണ്ട്. സൈഡിലെ ഹുക്ക് കിട്ടിയേക്കണത്. നമ്മൾ പോവാറായിട്ടാ. സമയം വൈകിട്ടുണ്ട്. എങ്ങനെ വന്നാലും 3/4 കിലോ ഉണ്ടാവും കേട്ടോ. ഇത്ര ഉണ്ടേ. നമുക്ക് പിന്നെ ചെറുതുകണി കിട്ടിയായിരുന്നു ആദ്യത്തെ മീൻ. ഇതുണ്ടോ. ഊരിട്ടൊക്കെ എറിഞ്ഞേക്കാട്ടോ. 2 എറിഞ്ഞിട്ട് പോവേ. ഓക്കെ.